ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് മാതൃകയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രീതികൾ. കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള വോട്ടർമാരും സമാധാനപരമായ പോളിംഗ് രീതികളും കേരളത്തെ വ്യത്യസ്തമാക്കുന്നു. ഓരോ 5 വർഷം കൂടുമ്പോഴും നാണ്യം ജനാധിപത്യത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും വലിയ അധികാരമാണ് വോട്ടവകാശം. തന്റെ നാടിനെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഈ അധികാരം വിവേകപൂർവ്വം വിനിയോഗിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. ഒരു വോട്ട് പോലും ഭരണമാറ്റത്തിന് കാരണമായേക്കാം. 3. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടെടുപ്പിന് നേതൃത്വം നൽകുന്നത്. സുതാര്യവും നീതിയുക്തവുമായ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ അത്യാധുനിക സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതു മുതൽ ഫലപ്രഖ്യാപനം വരെ കമ്മീഷന്റെ കർശന മേൽനോട്ടത്തിലായിരിക്കും. 4. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയോ നേരിട്ടോ അപേക്ഷ നൽകി തിരിച്ചറിയൽ കാർഡ് സ്വന്തമാക്കാം. വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് വോട്ട് ചെയ്യുന്നതിനായുള്ള ആദ്യപടി. 5. തിരിച്ചറിയൽ രേഖകൾ. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വോട്ടർ ഐഡി കാർഡ് എപ്പിക് കയ്യിൽ കരുതുന്നത് ഉചിതമാണ്. എന്നാൽ ഇത് ലഭ്യമല്ലാത്തവർക്കായി ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് തുടങ്ങി അംഗീകരിക്കപ്പെട്ട മറ്റ് 12 തിരിച്ചറിയൽ രേഖകൾ കൂടി ഉപയോഗിക്കാവുന്നതാണ്. 6. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. EVM ബാലറ്റ് പേപ്പറുകൾക്ക് പകരമായി ഇന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത്. വളരെ ലളിതമായി ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വോട്ടെടുപ്പ് ഇതിലൂടെ സാധ്യമാകുന്നു. 7. VVPAT മെഷീൻ. നാം രേഖപ്പെടുത്തിയ വോട്ട് കൃത്യമായി ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ ലഭിച്ചത് എന്നുറപ്പുവരുത്താനാണ് VVPAT വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ ഉപയോഗിക്കുന്നത്. വോട്ട് ചെയ്ത ശേഷം ഒരു കുറിപ്പിൽ 7 സെക്കൻഡ് നേരത്തേക്ക് ഇത് കാണാൻ സാധിക്കും. 8. പോളിംഗ് സ്റ്റേഷനുകൾ. സാധാരണയായി സ്കൂളുകളിലോ പൊതുകെട്ടിടങ്ങളിലോ ആണ് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കുന്നത്. വോട്ടർമാർക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന ദൂരത്തിലായിരിക്കുമിത്. ഓരോ ബൂത്തിലും പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സേവനത്തിനുണ്ടാകും. 9. സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാലം ആഘോഷതുല്യമാണ്. ചുവരെഴുത്തുകൾ, പോസ്റ്ററുകൾ, വാഹനപ്രചാരണങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിവ വഴി സ്ഥാനാർത്ഥികൾ ജനങ്ങളിലേക്കെത്തുന്നു. സോഷ്യൽ മീഡിയയും ഇന്ന് പ്രചാരണത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. 10. മാതൃകാ പെരുമാറ്റച്ചട്ടം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. സ്ഥാനാർത്ഥികളും പാർട്ടികളും ഇത് ലംഘിക്കാതെ ശ്രദ്ധിക്കണം. വർഗീയമോ ജാതീയമോ ആയ പരാമർശങ്ങൾ പാടില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യരുതെന്നും ഇതിൽ നിഷ്കർഷിക്കുന്നു. 11. വോട്ടിംഗ് ദിനം. പോളിംഗ് ദിവസം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സാധാരണ സമയം. വോട്ടർമാരുടെ നീണ്ട ക്യൂ കേരളത്തിലെ ഓരോ ബൂത്തിലും കാണാൻ സാധിക്കും. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും വോട്ട് ചെയ്യാൻ മുൻഗണനയും പ്രത്യേക സൗകര്യങ്ങളും നൽകാറുണ്ട്. 12. വോട്ടെടുപ്പ് രീതി. ബൂത്തിൽ പ്രവേശിച്ചാൽ ആദ്യം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പേര് പരിശോധിക്കും. തുടർന്ന് വിരലിൽ മഷി പുരട്ടുകയും വോട്ടിംഗ് മെഷീനിലേക്ക് വിടുകയും ചെയ്യും. ബട്ടൺ അമർത്തുമ്പോൾ കേൾക്കുന്ന ബീപ്പ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തിയതിന്റെ അടയാളമാണ്. 13. കന്നി വോട്ടർമാർ. ആദ്യമായി വോട്ട് ചെയ്യുന്ന യുവതലമുറ വലിയ ആവേശത്തോടെയാണ് ഇതിനെ കാണുന്നത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയോടെ വോട്ട് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു. കന്നിവോട്ടർമാരെ സ്വാഗതം ചെയ്യാൻ പ്രത്യേക പരിപാടികൾ പലയിടത്തും നടക്കാറുണ്ട്. 14. വനിതാ വോട്ടർമാരുടെ പങ്ക്. കേരളത്തിലെ വോട്ടർമാരിൽ ഭൂരിഭാഗവും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഇവ എണ്ണുകയും വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 19. വോട്ട് രഹസ്യം. നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നത് തികച്ചും രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമാണ്. വോട്ടിംഗ് കേന്ദ്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതോ വോട്ട് ചെയ്യുന്നത് ഫോട്ടോ എടുക്കുന്നതോ നിയമവിരുദ്ധമാണ്. 20. ഉപസംഹാരം. വോട്ട് എന്നത് കേവലം ഒരു അടയാളമല്ല, അത് നമ്മുടെ കരുത്താണ്. 5 വർഷം കൂടുമ്പോൾ വരുന്ന ഈ അവസരം പാഴാക്കാതെ എല്ലാവരും വോട്ട് ചെയ്യുക.